ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനീനാം മധ്യേ മഹാഭാരതം. ആത്മഭാവങ്ങളെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മനസ്സിന്റെ സൗന്ദര്യം. തേജക്ഷമാധൃതിശൗചമദ്രോഹോ നാദിമാനിതാ ഭവന്തി സമ്പദം ദൈവീമഭിജാതസ്യ ഭാരത. തേജസ്, ആരെയും ദ്രോഹിക്കാതിരിക്കൽ എന്നീ ഗുണങ്ങൾ ദൈവീ സമ്പത്തിനുടമയായ മനുഷ്യരിൽ കാണുന്നു. പ്രിയരെ, തേജസ് ശരീരകാന്തിയോ മുഖസൗന്ദര്യമോ അല്ല. അത് ബുദ്ധിപരമായ വെളിച്ചത്തിന്റെയും വിശുദ്ധ സ്നേഹം പ്രകടമാക്കുന്ന കണ്ണുകളുടെയും ആനന്ദപ്രദമായ മനസ്സിന്റെയും ഒരു അസാധാരണ സ്വഭാവമാണ്. അക്ഷോഭ്യതയോടുകൂടിയ കർമ്മകുശലതയുടെയും ആത്മാനുഭൂതിയിൽ നിന്ന് പൊന്തിവരുന്ന ആനന്ദത്തിന്റെയും പ്രകാശം ഒത്തുചേർന്ന ഒരു ദിവ്യമായ തിളക്കമാണത്. അത് സ്നേഹം, സേവനം, ത്യാഗം എന്നീ ശീലങ്ങളുടെ പ്രഭവ കേന്ദ്രവുമാണ്. പക്ഷേ സ്വാർത്ഥതയുടെ അതിരുകൾക്കപ്പുറം ജീവിതത്തിന് വ്യാപ്തിയുണ്ടെന്നും അവിടെയാണ് ഈശ്വര സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള കവാടം തുറന്നു കിടക്കുന്നതെന്നും നാം അറിയാറില്ല. എത്ര തവണ കുറ്റം ചെയ്താലും ഏതെല്ലാം പാപകർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും ഒരാളും അവരവരെ ശിക്ഷിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാറില്ല. ആത്മവൽ സർവഭൂതേഷു എന്ന തത്വം ഗ്രഹിക്കുകയും സ്വജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഒരാൾക്ക് അന്യരെ ദ്രോഹിക്കുക സാധ്യമല്ല എന്നു മാത്രമല്ല, അവരുടെ മനസ്സിൽ നിന്നും ദ്രോഹചിന്ത അകന്നുപോവുകയും ചെയ്യും. സ്നേഹപൂർവം, രഞ്ജൻ കയനാടത്ത്.